നമസ്കാരം. പ്രതിവാര കായിക വാർത്തകളിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ഫാത്തിമ സഫ. ആദ്യം പോയ വാരത്തെ പ്രധാന കായിക വിശേഷങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം. അമേരിക്കയിൽ നിന്നും 3 മെഡലുകൾ. ലോക അണ്ടർ-20 അത്ലറ്റിക്സിൽ ഇന്ത്യക്ക് ചരിത്ര നേട്ടം. അവസാന ഓവറിൽ സിറാജിന്റെ ഹാട്രിക് സിക്സർ. സന്നാഹ മത്സരത്തിൽ ഇന്ത്യക്ക് ആവേശജയം. നീന്തൽക്കുളത്തിൽ കേരളത്തിന്റെ മെഡൽ കുതിപ്പ്. 8 മെഡൽ നേട്ടം. 43 വർഷത്തെ കാത്തിരിപ്പിന് വിരാമം. എറണാകുളത്ത് ഒളിമ്പിക് ഭവൻ തുറന്നു. ഇറ്റാലിയൻ ഫുട്ബോൾ ഇതിഹാസം ഫ്രാങ്കോ ബരേസി അന്തരിച്ചു. വിടവാങ്ങിയത് ഫുട്ബോളിന്റെ ഉരുക്കുമതിൽ. വാർത്തകൾ വിശദമായി. ലോക അണ്ടർ-20 അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യക്ക് ചരിത്ര നേട്ടം. അമേരിക്കയിലെ യൂജീനിൽ നടന്ന ചാമ്പ്യൻഷിപ്പിൽ 3 മെഡലുകളാണ് ഇന്ത്യൻ താരങ്ങൾ സ്വന്തമാക്കിയത്. പുരുഷ ജാവലിൻ ത്രോയിൽ ആശിഷ് യാദവ് വെള്ളിയും, ഹൈജമ്പിൽ ബസന്ത് കുമാർ മേഘ്വാൾ വെള്ളിയും, ലോങ് ജമ്പിൽ ഷാനവാസ് ഖാൻ വെങ്കലവും നേടി. അമേരിക്കയിലെ യൂജീനിൽ നടന്ന ലോക അത്ലറ്റിക്സ് അണ്ടർ-20 ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യ 3 മെഡലുകളുമായി മികച്ച പ്രകടനം നടത്തി. പുരുഷ ജാവലിൻ ത്രോയിൽ ആശിഷ് യാദവ് വെള്ളിയും, ഹൈജമ്പിൽ ബസന്ത് കുമാർ മേഘ്വാൾ വെള്ളിയും, ലോങ് ജമ്പിൽ ഷാനവാസ് ഖാൻ വെങ്കലവും നേടി. ജാവലിൻ ത്രോയിൽ 74.09 മീറ്റർ എറിഞ്ഞാണ് ആശിഷ് യാദവ് വെള്ളി നേടിയത്. ഇതോടെ അണ്ടർ-20 ലോക ചാമ്പ്യൻഷിപ്പിൽ ജാവലിൻ ത്രോയിൽ ഇന്ത്യയുടെ മെഡൽ വരൾച്ചയ്ക്ക് അറുതിയായി. നീരജ് ചോപ്രയ്ക്ക് ശേഷം ഈ ഇനത്തിൽ മെഡൽ നേടുന്ന രണ്ടാമത്തെ ഇന്ത്യൻ താരമായി ആശിഷ് മാറി. ഹൈജമ്പിൽ 2.21 മീറ്റർ ചാടിയ ബസന്ത് കുമാർ മേഘ്വാൾ വ്യക്തിഗത മികച്ച പ്രകടനത്തോടെയാണ് വെള്ളി സ്വന്തമാക്കിയത്. അണ്ടർ-20 ലോക ചാമ്പ്യൻഷിപ്പിന്റെ ഹൈജമ്പിൽ മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ താരമെന്ന ചരിത്ര നേട്ടവും ബസന്ത് സ്വന്തമാക്കി. ലോങ് ജമ്പിൽ 7.84 മീറ്റർ ചാടിയാണ് ഷാനവാസ് ഖാൻ വെങ്കലം നേടിയത്. ഈ ഇനത്തിൽ ലോകതല അണ്ടർ-20 ചാമ്പ്യൻഷിപ്പിൽ മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ പുരുഷ ലോങ് ജമ്പ് താരമായി ഷാനവാസ് ചരിത്രം കുറിച്ചു. ശ്രീലങ്കയ്ക്കെതിരായ ടെസ്റ്റ് പരമ്പരയ്ക്ക് മുന്നോടിയായുള്ള സന്നാഹ മത്സരത്തിൽ ഇന്ത്യക്ക് 6 വിക്കറ്റിന്റെ വിജയം. ശ്രീലങ്ക ക്രിക്കറ്റ് 11-എതിരായ മത്സരത്തിൽ മികച്ച പ്രകടനം പുറത്തെടുത്ത ഇന്ത്യ പരമ്പരയ്ക്ക് മുന്നോടിയായി ആത്മവിശ്വാസം നേടി. കൊളംബോയിൽ നടന്ന മത്സരത്തിൽ ബാറ്റിംഗിലും ബൗളിംഗിലും മികച്ച പ്രകടനം കാഴ്ചവെച്ച ഇന്ത്യ ടെസ്റ്റ് പരമ്പരയ്ക്ക് ആത്മവിശ്വാസത്തോടെയാണ് ഒരുങ്ങുന്നത്. ശ്രീലങ്കയ്ക്കെതിരായ ടെസ്റ്റ് പരമ്പരയ്ക്ക് മുന്നോടിയായി നടന്ന ത്രിദിന സന്നാഹ മത്സരത്തിൽ അവിശ്വസനീയ ബാറ്റിംഗ് പ്രകടനവുമായി പേസർ മുഹമ്മദ് സിറാജ്. 3-ാം ദിനം ചായയ്ക്ക് ശേഷം 207 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ഇന്ത്യക്ക് അവസാന ഓവറിൽ ജയിക്കാൻ 16 റൺസ് വേണ്ടപ്പോൾ തുടർച്ചയായി 3 പന്തുകൾ 6-ന് പറത്തിയാണ് സിറാജ് ഇന്ത്യക്ക് ആവേശജയം സമ്മാനിച്ചത്. അർദ്ധ സെഞ്ചുറി നേടിയ ഓപ്പണർ യശസ്വി ജയ്സ്വാൾ, ശുഭ്മാൻ ഗിൽ, അവസാന ഓവറുകളിൽ തകർത്തടിച്ച പേസർ മുഹമ്മദ് സിറാജ് എന്നിവരാണ് ഇന്ത്യക്ക് വിജയം സമ്മാനിച്ചത്. 1-ാം ഇന്നിംഗ്സിൽ 6 റൺസ് ലീഡ് നേടിയ ശ്രീലങ്ക 2-ാം ഇന്നിംഗ്സിൽ 45 ഓവറിൽ 6 വിക്കറ്റ് നഷ്ടത്തിൽ 200 റൺസ് എടുത്ത് പുറത്തായിരുന്നു. സന്നാഹ മത്സരമായതിനാൽ ഇരു ടീമുകൾക്കും ആദ്യ ഇന്നിംഗ്സിൽ 90 ഓവർ വീതവും 2-ാം ഇന്നിംഗ്സിൽ 45 ഓവർ വീതവുമാണ് ബാറ്റിംഗിന് അവസരം ലഭിച്ചത്. കായിക രംഗത്ത് കേരളത്തിന്റെ അഭിമാന നേട്ടവുമായി നീന്തൽ താരങ്ങൾ. ജയ്പൂരിൽ നടന്ന സബ് ജൂനിയർ ദേശീയ അക്വാട്ടിക് ചാമ്പ്യൻഷിപ്പിൽ 8 മെഡലുകളാണ് കേരളം സ്വന്തമാക്കിയത്. ചെറിയ പ്രായത്തിൽ തന്നെ ദേശീയ വേദിയിൽ മികവ് തെളിയിച്ച താരങ്ങളുടെ പ്രകടനം ഏറെ ശ്രദ്ധേയമായി. ജയ്പൂരിൽ നടന്ന സബ് ജൂനിയർ ദേശീയ അക്വാട്ടിക് ചാമ്പ്യൻഷിപ്പിൽ മികച്ച പ്രകടനവുമായി കേരള താരങ്ങൾ. വിവിധ ഇനങ്ങളിലായി കേരളം ആകെ 8 മെഡലുകൾ സ്വന്തമാക്കി. 5 വ്യക്തിഗത മെഡലുകളും 3 റിലേ മെഡലുകളുമാണ് കേരളത്തിന്റെ നേട്ടം. വനിതകളുടെ ഗ്രൂപ്പ് 2-ൽ ഇന്ദ്രാണി എം മേനോൻ 3 മെഡലുകൾ സ്വന്തമാക്കി. 400 മീറ്റർ ഫ്രീ സ്റ്റൈലിലും 200 മീറ്റർ ഫ്രീ സ്റ്റൈലിലും വെള്ളി മെഡൽ നേടിയ ഇന്ദ്രാണി 100 മീറ്റർ ഫ്രീ സ്റ്റൈലിൽ വെങ്കലവും നേടി. ഇതോടെ വ്യക്തിഗത ഇനങ്ങളിൽ കേരളത്തിന്റെ മെഡൽ നേട്ടത്തിൽ ഇന്ദ്രാണി നിർണായക പങ്കുവഹിച്ചു. ഗ്രൂപ്പ് 2-ലെ ബാക്ക് സ്ട്രോക്ക് ഇനങ്ങളിൽ ശ്രേയ ബിനിൽ തിളങ്ങി. 50 മീറ്റർ ബാക്ക് സ്ട്രോക്കിലും 100 മീറ്റർ ബാക്ക് സ്ട്രോക്കിലും ശ്രേയ വെള്ളി മെഡൽ നേടി. റിലേ ഇനങ്ങളിലും കേരള താരങ്ങൾ മികച്ച പ്രകടനം കാഴ്ചവെച്ചു. ഗ്രൂപ്പ് 3-ലെ 4x50 മീറ്റർ ഫ്രീ സ്റ്റൈൽ റിലേയിൽ കേരളം വെങ്കലം നേടി. ഗ്രൂപ്പ് 2-ലെ 4x100 മീറ്റർ ഫ്രീ സ്റ്റൈൽ റിലേയിലും 4x100 മീറ്റർ മെഡ്ലി റിലേയിലും കേരള ടീം വെങ്കല മെഡലുകൾ സ്വന്തമാക്കി. അതേസമയം ശ്രേയ ബിനിലിന്റെ നേട്ടം ഏറെ ശ്രദ്ധയാകർഷിക്കുന്ന ഒന്നാണ്. 6 ദേശീയ ചാമ്പ്യൻഷിപ്പുകളിലായി ഇതുവരെ 12 ദേശീയ മെഡലുകളാണ് ശ്രേയ സ്വന്തമാക്കിയത്. ഈ ചെറിയ പ്രായത്തിൽ തന്നെ ശ്രേയ കാഴ്ചവെക്കുന്ന മികച്ച പ്രകടനം ഏറെ പ്രതീക്ഷയോടെയാണ് കേരളം കാണുന്നത്. ഒളിമ്പിക് സ്വപ്നങ്ങൾക്ക് കൂടുതൽ കരുത്തേകാൻ എറണാകുളത്ത് ഇനി സ്വന്തം ഒളിമ്പിക് ഭവൻ. ജില്ലയിലെ കായിക മേഖലയുടെ ഏകോപനത്തിനായി പ്രവർത്തിക്കുന്ന എറണാകുളം ജില്ലാ ഒളിമ്പിക് അസോസിയേഷന് 43 വർഷത്തെ കാത്തിരിപ്പിനൊടുവിലാണ് സ്വന്തം ആസ്ഥാനം യാഥാർത്ഥ്യമായത്.
ഒളിമ്പിക് സ്വപ്നങ്ങൾക്ക് കരുത്തേകാൻ എറണാകുളത്ത് ഒളിമ്പിക് ഭവൻ പ്രവർത്തനം ആരംഭിച്ചു. ജില്ലയിലെ കായിക മേഖലയുടെ ഏകോപനത്തിനായി പ്രവർത്തിക്കുന്ന എറണാകുളം ജില്ലാ ഒളിമ്പിക് അസോസിയേഷന് 43 വർഷത്തെ നീണ്ട കാത്തിരിപ്പിനൊടുവിൽ സ്വന്തം ഓഫീസ് യാഥാർത്ഥ്യമായി. കലൂർ ജവഹർലാൽ നെഹ്റു ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ സജ്ജമാക്കിയ ഒളിമ്പിക് ഭവൻ കേരള ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റ് വി സുനിൽകുമാർ ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്തു. ജില്ലയിലെ വിവിധ സ്പോർട്സ് അസോസിയേഷനുകളുടെ ഏകോപനത്തിനും ദൈനംദിന പ്രവർത്തനങ്ങൾക്കുമായാണ് ഓഫീസ് പ്രവർത്തിക്കുക. ഒരു ഓഫീസ് തുറന്നതുകൊണ്ട് മാത്രം ലോകോത്തര നിലവാരത്തിലുള്ള കായിക താരങ്ങളെ വാർത്തെടുക്കാൻ കഴിയില്ലെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ വി സുനിൽകുമാർ പറഞ്ഞു. സ്പോർട്സിനോടുള്ള താൽപര്യം വളർത്തിയെടുക്കുകയും കൂടുതൽ മത്സരങ്ങൾ സംഘടിപ്പിക്കുകയും വേണം. കായിക മേഖലയിൽ പ്രാവീണ്യമുള്ള അംഗങ്ങളെ ഉൾപ്പെടുത്തി മികച്ച പ്രോജക്റ്റുകൾ തയ്യാറാക്കി CSR ഫണ്ട് ഉൾപ്പെടെയുള്ള സഹായങ്ങൾ ഉറപ്പാക്കാനുള്ള നടപടികൾ ഉണ്ടാകണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. 2030 കോമൺവെൽത്ത് ഗെയിംസും 2036 ഒളിമ്പിക്കും 2038 ഏഷ്യൻ ഗെയിംസ് ഇത് മൂന്നും തുടർച്ചയായി ഇന്ത്യയിൽ സംഭവിക്കാൻ പോവുകയാണ്. അപ്പോൾ അതിനുള്ള ഒരുക്കമാണ് ഇന്ത്യ ഒട്ടാകെ നടന്നുകൊണ്ടിരിക്കുന്നത്. ചടങ്ങിൽ എറണാകുളം ജില്ലാ ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റ് ഡെന്നി തോമസ് അധ്യക്ഷത വഹിച്ചു. ഇന്നത്തെ സാമൂഹിക അന്തരീക്ഷത്തിൽ കുട്ടികളെയും യുവാക്കളെയും കായിക രംഗത്തേക്ക് ആകർഷിക്കുന്ന പദ്ധതികൾ ആസൂത്രണം ചെയ്യേണ്ടത് അത്യന്താപേക്ഷിതമാണെന്ന് മുഖ്യ പ്രഭാഷണം നടത്തിയ കൊച്ചി മുനിസിപ്പൽ കോർപ്പറേഷൻ വിദ്യാഭ്യാസ സ്പോർട്സ് കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജിസ്മി ജെറാൾഡ് അഭിപ്രായപ്പെട്ടു. ഇതിനായി കോർപ്പറേഷന്റെ എല്ലാവിധ സഹകരണവും അവർ വാഗ്ദാനം ചെയ്തു. സ്പോർട്സ് എല്ലാവരുടേതുമാണ് എന്ന സന്ദേശമാണ് റീജിയണൽ സ്പോർട്സ് സെന്റർ സെക്രട്ടറി അഡ്വക്കേറ്റ് SAS നവാസ് IRS നൽകിയത്. കേരള ഒളിമ്പിക് അസോസിയേഷൻ സീനിയർ വൈസ് പ്രസിഡന്റ് P മോഹൻദാസ്, വൈസ് പ്രസിഡന്റ് ബിനോയ് ജോസഫ്, ജില്ലാ സീനിയർ വൈസ് പ്രസിഡന്റ് P അനിൽകുമാർ, ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ PM അബൂബക്കർ, അഡ്വക്കേറ്റ് EM സുനിൽകുമാർ, ബിന്ദു മനോഹരൻ, AP ഉദയൻ, ശിവശങ്കർ രഘു, ജോയിന്റ് സെക്രട്ടറിമാരായ സജീവ് S നായർ, സജീവൻ G, എൽദോസ് P എബി എന്നിവർ ആശംസകൾ അറിയിച്ചു. ജില്ലാ ഒളിമ്പിക് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി ജോയ് പോൾ സ്വാഗതവും ട്രഷറർ VA മൊയ്തീൻ നൈന IRS നന്ദിയും പറഞ്ഞു. മൈതാനത്ത് എതിരാളികൾക്ക് മുന്നിൽ മതിലായി നിന്ന ഇതിഹാസം ഇനി ഓർമ്മ. ഇറ്റാലിയൻ ഫുട്ബോൾ ഇതിഹാസം ഫ്രാങ്കോ ബരേസി അന്തരിച്ചു. AC മിലാന്റെ ജേഴ്സിയിൽ 2 പതിറ്റാണ്ടോളം നിറഞ്ഞു നിന്ന ബരേസി ക്ലബ് ഫുട്ബോളിലെ എക്കാലത്തെയും മികച്ച ഡിഫൻഡർമാരിൽ ഒരാളായിരുന്നു. ഇറ്റാലിയൻ ഫുട്ബോൾ ഇതിഹാസം ഫ്രാങ്കോ ബരേസി അന്തരിച്ചു. 66 വയസ്സായിരുന്നു. ദീർഘനാളായി അസുഖബാധിതനായിരുന്നു. ലോക ഫുട്ബോളിലെ ഏറ്റവും മികച്ച പ്രതിരോധ താരങ്ങളിൽ ഒരാളായിരുന്നു ബരേസി. ലോകകപ്പ് നേടിയ 1982 ഇറ്റാലിയൻ ടീമിൽ അംഗമായിരുന്നു. ക്ലബ്ബ് ഫുട്ബോളിൽ AC മിലാനായിരുന്നു ബരേസിയുടെ തട്ടകം. 20 വർഷത്തെ ക്ലബ് കരിയറിൽ മുഴുവനായും മിലാനിലാണ് ബരേസി പന്ത് തട്ടിയത്. 1977 മുതൽ 1997 വരെ AC മിലാനിൽ കളിച്ച ബരേസി 6 സീരിയ കിരീടങ്ങളും 3 യൂറോപ്യൻ കപ്പുകളും നേടി. 719 മത്സരങ്ങളിൽ മിലാനായി കളിച്ച താരം 33 ഗോളുകളും നേടി. ദേശീയ ടീമിലും നിറസാന്നിധ്യമായിരുന്നു ബരേസി. 1982 കിരീട നേട്ടത്തിന് പുറമെ 1994 ലോകകപ്പ് ഫൈനലിലുമെത്തി. അന്ന് ഫൈനലിൽ ബ്രസീലിനോട് പരാജയപ്പെട്ട് മടങ്ങി. ഷൂട്ടൌട്ടിൽ ബരേസിയുടെ കിക്ക് പാഴായിരുന്നു. ദേശീയ ടീമിനായി 81 മത്സരങ്ങൾ കളിച്ച ബരേസി ടീമിന്റെ നായക സ്ഥാനവും വഹിച്ചിരുന്നു. ഇനി സ്പോർട്സ് ഇൻ ഷോർട്സിലേക്ക് പോകാം. ഫുട്ബോൾ ഇതിഹാസം ലയണൽ മെസ്സിയുടെ പിതാവ് ജോർജ് മെസ്സി അന്തരിച്ചു. 68 വയസ്സായിരുന്നു. ദീർഘനാളായി അസുഖബാധിതനായിരുന്ന ജോർജ് മെസ്സി ഓഗസ്റ്റ് 8 അർജന്റീനയിലെ റൊസാരിയോയിൽ അന്തരിച്ചത്. മെസ്സിയുടെ കരിയറിൽ നിർണായക സ്വാധീനം ചെലുത്തിയ വ്യക്തിയായിരുന്നു ജോർജ്. ദീർഘകാലം മെസ്സിയുടെ ഏജന്റായും പ്രവർത്തിച്ചിരുന്നു. 13-ാം വയസ്സിൽ മെസ്സിയെ ബാഴ്സലോണയിൽ എത്തിക്കുന്നതിലും ചികിത്സ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ പിന്തുണ നൽകുന്നതിലും ജോർജ് നിർണായക പങ്കുവഹിച്ചു. കാര്യവട്ടം സായ് റീജിയണൽ സെന്ററിൽ പെൺകുട്ടികൾക്കായുള്ള വോളിബോൾ സെലക്ഷൻ ട്രയൽസ് നടന്നു. ഓഗസ്റ്റ് 10, 11 തീയതികളിലായിരുന്നു ട്രയൽ സംഘടിപ്പിച്ചത്. മികച്ച വനിതാ വോളിബോൾ താരങ്ങളെ കണ്ടെത്തി സായിയുടെ എലൈറ്റ് പരിശീലന പദ്ധതിയുടെ ഭാഗമാക്കുകയായിരുന്നു ലക്ഷ്യം. നിരവധി താരങ്ങൾ സെലക്ഷൻ ട്രയൽസിൽ പങ്കെടുത്തു. ഇന്ത്യയിലെ മികച്ച ഹൈ പെർഫോമൻസ് പരിശീലന കേന്ദ്രങ്ങളിലൊന്നാണ് സായ് നാഷണൽ സെന്റർ ഓഫ് എക്സലൻസ്. ശാസ്ത്രീയ പിന്തുണയോടെയുള്ള ലോകോത്തര പരിശീലനവും സമഗ്രമായ കായിക വികസന സൗകര്യങ്ങളും ഒരുക്കി ഭാവിയിലെ ദേശീയ അന്തർദേശീയ ചാമ്പ്യന്മാരെ വാർത്തെടുക്കുകയാണ് സായ് ലക്ഷ്യമിടുന്നത്. ജാവലിൻ ത്രോയിൽ പുതിയ ചരിത്രം കുറിച്ച് ശ്രീലങ്കൻ യുവതാരം റുമേഷ് തരംഗ പതിരംഗി.
റോം ഡയമണ്ട് ലീഗിൽ 92.62 മീറ്റർ ദൂരം എറിഞ്ഞാണ് 23-കാരനായ താരം സ്വർണം സ്വന്തമാക്കിയത്. ഇതോടെ പുരുഷ ജാവലിൻ ത്രോയിൽ 90 മീറ്റർ പിന്നിടുന്ന 4ാമത്തെ ഏഷ്യൻ താരമെന്ന നേട്ടവും റുമേഷ് സ്വന്തമാക്കി. 91.36 മീറ്റർ എറിഞ്ഞ ചൈനീസ് തായ്പേയുടെ ചെങ് ചാവോസുൻ, 92.97 മീറ്റർ ജാവലിൻ പായിച്ച പാകിസ്ഥാന്റെ അർഷാദ് നദീം, 90.23 മീറ്റർ ദൂരമെറിഞ്ഞ ഇന്ത്യയുടെ നീരജ് ചോപ്ര എന്നിവരാണ് നേരത്തെ 90 മീറ്റർ ക്ലബിലെത്തിയ മറ്റ് ഏഷ്യൻ താരങ്ങൾ. കായിക രംഗത്തെ വനിതാ പങ്കാളിത്തം പ്രോത്സാഹിപ്പിക്കുന്ന ഖേലോ ഇന്ത്യ അസ്മിത വുമൺ ലീഗിന്റെ ഭാഗമായി വുഷു ചാമ്പ്യൻഷിപ്പ് തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ചു. സബ് ജൂനിയർ, ജൂനിയർ, സീനിയർ വിഭാഗങ്ങളിലായിരുന്നു മത്സരം സംഘടിപ്പിച്ചത്. ഓഗസ്റ്റ് 9-ന് തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടന്ന സിറ്റി ലീഗിൽ വിവിധ വിഭാഗങ്ങളിലെ വനിതാ താരങ്ങൾ മാറ്റുരച്ചു. പുത്തൻ കായിക വാർത്തകളുമായി വീണ്ടും കാണും വരെ നമസ്കാരം.